ഞാൻ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ വെച്ച് ഒരു സ്വീറ്റ് ഹാർട്ട് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് ഹാർട്ടൊക്കെ വരച്ചിട്ട് കർട്ടൻ ഉണ്ടാക്കാൻ പോവാം. അപ്പം അതിൻ്റെ പ്രോസസ്സൊക്കെയാണ് ഈ വീഡിയോയിൽ കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന കർട്ടൻ ഞാൻ കാണിച്ചു തരാം. അതൊരു സാറ്റൻ ഫാബ്രിക്കിൽ ഞാൻ സ്ക്രഞ്ചീസിന് ചെയ്യാൻ വേണ്ടി വെച്ചത്. ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം അത് ഞാൻ കാണിക്കാം. ഇനി വരാൻ ഇതും ബിഫോർ ആഫ്റ്ററൊക്കെ കാണിക്കാം കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല, എന്നാൽ എന്തായാലും ചെയ്യാൻ പോകും. അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തേക്കാൻ വിചാരിച്ചു. ഇതൊരു ഓഫ് വൈറ്റ് കളറാട്ടോ. ഇതിലാണ് ഞാൻ റെഡ് ഹാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ബ്രഷ് ചെയ്യാൻ ബ്രഷ് അവിടെ ഇരിപ്പുണ്ട്. ബ്രഷ് വെച്ച് തന്നെ ചെയ്യാം. എനിക്ക് ഒരേ സൈസിൽ വേണമെന്നുണ്ട്. മറ്റേ പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്തില്ലേ, അത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ വെറുതെ ഒരു പൊട്ടറ്റോ കളയണ്ടേ, അതുകൊണ്ട് വേണം. എന്ത് ചെയ്യാം, വെള്ള കളറിലെ നൂലിടണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അതിന് മുമ്പ് അതിലെ മെഷർമെൻ്റ് എടുക്കണം. പിന്നെ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. ബേസായിട്ട് ഞാൻ കട്ടിയുള്ള ഈ ഒരു ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഷർട്ടിൻ്റെ മെറ്റീരിയലാണ്. ഇതെനിക്ക് കിട്ടിയത് ഒരു ടൈലറിങ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കുറേ മെറ്റീരിയൽ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. അപ്പം ഇത് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് പല പല ഷർട്ടിൻ്റെ പീസുകളാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബേസ് ആദ്യം ഉണ്ടാക്കാം. നമ്മൾ എൻ്റെ വിൻഡോയുടെ ആ ഒരു മെഷർമെൻറ്റിൽ ഒന്ന് അളന്ന് നോക്കണം. ഫുൾ കവർ ചെയ്യണം. ഈ കാണുന്നതാണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന കർട്ടൻ. കർട്ടൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തുണി എടുത്ത് വിരിച്ചിട്ടേക്കണം സാറ്റൻ്റെ. അത് നമുക്ക് മാറ്റാം, അത് പിന്നെ മാറ്റാം. അതിപ്പം ഇതുണ്ടാക്കുന്നത് മെഷർമെൻ്റ് എടുക്കാം. വിഡ്ത്ത് 32, ഹൈറ്റ് 42. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസ് അത് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ബേസായിട്ടുള്ള ഫാബ്രിക് നമ്മൾ ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് സെറ്റാക്കണം. അതെനിക്ക് കട്ട് പീസായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം. ഇതാണെങ്കിൽ മുഴുവൻ ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പല പല ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതിലിപ്പോൾ ചാർജർ നിൽക്കുന്നുണ്ട്. ചാർജ് ഞാൻ ഒരാഴ്ചയായി യൂസ് ചെയ്യുന്നു. ഇപ്പോഴും ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം സ്ക്വയർ ടൈം ഷേപ്പ് ചെയ്യാം. ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. ഇതില്ലെങ്കിൽ 42 നമുക്ക് ഹാഫ് ആക്കിയിട്ട് സൈഡ് ഹാഫ് ആക്കി. ഇനി ഇതിൻ്റെ ഈ മൂലം ജോയിൻ ചെയ്തിട്ട് നേരെ ആക്കിയിട്ട് ഇതിലൂടെ ജോയിൻ ചെയ്യാം. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. 32 വിട്ട് കിട്ടി, പക്ഷേ 38 അങ്ങനെ ഉള്ളൂ. ലെങ്ത് നമുക്ക് 42 ആക്കാം. അപ്പോൾ ഇനി മിച്ചം ഈ ഫാബ്രിക് കിട്ടില്ലേ, ഇങ്ങനെ തള്ളി നിങ്ങളൊക്കെ 350 രൂപ വരുന്ന ഇതൊക്കെ ആട്ടോ. ഇതൊക്കെ നമുക്ക് കൂട്ടി വെച്ച് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ആക്കാം. ഏകദേശം ഫുൾ റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും റെഡി ആയില്ല, ബേസ് ഭാഗം. അപ്പോൾ അതിന് നമുക്ക് ഒരു കുഴലിടാനോ ഞാനൊരു കയറ് പോലെ ഇട്ടിട്ട് അതിൽ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഹോൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനൊരു സൈഡ് മടക്കിയിട്ടുണ്ട്. ലെങ്ത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തത്. അപ്പോൾ കറക്റ്റ് ബാക്കി വന്ന ലെങ്ത് ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ അകത്തോട്ട് അടിച്ചു വെക്കും. എന്നിട്ട് ഈ ഹോളിൽ കൂടെ നമ്മൾ കയറിടും കേട്ടോ. കയറല്ലെങ്കിൽ മെറ്റീരിയൽ വെച്ചൊരു കയറ് പോലെ ഉണ്ടാക്കും. ചെയ്ത് കഴിഞ്ഞു. എന്താ ഇനി ഇതിനകത്തോടെയാണ് നമ്മൾ
ടോപ്പ് കയറ്റാൻ. അപ്പം ഇതിങ്ങനെ നിവർത്തി വെക്കാം. ഇതൊരു 9 മീറ്റർ ലൈനിങ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഞാൻ എടുക്കുന്നത് ഒരു ഏകദേശ കണക്കിലാട്ടോ. അപ്പം ഇതിൻ്റെ വീതി ഇത്ര ഒക്കാതെ. ഇത് ഞാൻ ലൈനിങ് മേടിച്ചേക്കുന്നത് 9 മീറ്റർ ഉണ്ട്. അത് കപ്പിന് വേണ്ടി ഒന്നും മേടിച്ചല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിനു വേണ്ടി ആവശ്യത്തിന് എടുക്കുന്ന ഇതിൻ്റെ വിട്ട് വെച്ചിട്ട് നമ്മൾ വിട്ടായിട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ വെച്ചു, വിട്ട് ഇങ്ങനെ ചുരുക്കിയിട്ട് ഇങ്ങനെ നീളം ഇങ്ങനെ വെച്ചു. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇതിൻ്റെ വിട്ട് 32, 33. അപ്പം അതിൻ്റെ ഇരട്ടി എടുത്തു. എന്നിട്ട് ഇത് കട്ട് ചെയ്യുവാണ്. കറക്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്യും. ഇത് എത്ര മീറ്ററാന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരെയും മിനിറ്റ് ഓരോ സൈസാണ്. കട്ട് ചെയ്തു. ഞാൻ എടുത്ത് എത്ര മീറ്ററാന്ന് ഞാൻ നോക്കട്ടെ. 1.25 മീറ്ററാണ് ഞാൻ ഇപ്പം എടുത്തേക്കുന്നത്. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് എത്ര ലെങ്ത് വേണമെന്ന് നോക്കണം. ഞാനിങ്ങനെ 4ആയിട്ട് മടക്കും കേട്ടോ. ഈ ഒരു ലെങ്തിൽ ഒരു 5-6 തട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത് നമ്മൾ പകുതിയാക്കും കേട്ടോ. ഇതിൽ കൂടുതൽ ആവശ്യം വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് പകുതിയാക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇനി നമുക്ക് ഒരു മടക്കൂടെ മടക്കാം. ഇത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം മടക്കി അടിക്കണം. പിന്നെ ഈ സൈഡ് 2 അറ്റവും മടക്കി അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ ചേർത്തിങ്ങനെ പ്ലീറ്റോ അല്ലെങ്കിൽ ഫ്രില്ലോ ഇട്ടാൽ മതി കേട്ടോ. രണ്ടാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ലെയർ കഴിഞ്ഞു. ഇനി ഞാൻ 3ാമത്തെ ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്കെയില് പക്ഷേ ചോക്ക് വെച്ച് ഞാനിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അടുത്തതിന് ലൈൻ ഇടാൻ വേണ്ടി ഇത് എത്ര ഇറക്കം ഉണ്ടെന്ന് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഇറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോക്ക് എടുക്കുക, സ്കെയിലെടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് കയറ്റി ഇവിടെ ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ മൊത്തം ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. 13 സെന്റിമീറ്റർ വെച്ച്.
വള്ളിയും കൂടെ ഇടാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ കയറ്റി കൊടുക്കാം. ഞാൻ ഹാർട്ടില്ലേ അത് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് ഈ കൊതിയൊന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് വെക്കാം. ഇത് നല്ല രസമുണ്ട്. താഴെ കൂടെ മടക്കി അടിച്ചിട്ട് അവിടെ ഒരു വള്ളി കൊടുത്തുള്ളൂ.